അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വുളു എന്നുള്ളത് നമസ്കാരമടക്കമുള്ള പല ആരാധനകൾക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വുളു എടുത്ത ഒരു വ്യക്തിക്ക് ആ വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരത്തിൽ വുളു നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 2 മാർഗങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക എന്നുള്ളതാണ്. അഥവാ പിൻദ്വാരത്തിലൂടെയോ മുൻദ്വാരത്തിലൂടെയോ എന്തൊന്ന് പുറപ്പെട്ടാലും അത് വുളുവിനെ മുറിച്ച് കളയുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തു അൻ-നിസായിലെ 43-ാമത്തെ ആയത്തിൽ വുളു എടുക്കേണ്ടുന്ന സന്ദർഭങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്തി, നിങ്ങളിൽ നിന്ന് ഒരാൾ ഗായിത്തിൽ നിന്ന് വന്നാൽ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നാൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മലം അതേപോലെ തന്നെ മൂത്രം, ഇത് അതിൻ്റെ അളവ് എത്ര ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി, ഈ 2 മാർഗങ്ങളിലൂടെ മലവും മൂത്രവും പോയി കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെടുന്നതാണ്. ഇത് ധാരാളക്കണക്കിന് തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ വുളു എടുക്കൽ നിർബന്ധമാണ്, അഥവാ ആരാധനകൾക്ക്, കാരണം ആ വ്യക്തിയുടെ വുളു നഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത്തത് കീഴ്വായു പോവുക എന്നുള്ളതാണ്. അതും നേരത്തെ പറഞ്ഞ മാർഗങ്ങളിലൂടെ പുറപ്പെടുന്നതാണല്ലോ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ് ഹത്താ യതവദ്ദ. വുളു മുറിഞ്ഞ ഒരാളുടെ നമസ്കാരം ആ വ്യക്തി വുളു എടുക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് വുളു മുറിയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫുസാഉൻ ഔ ദുറാത്തുൻ, കീഴ്വായു പുറപ്പെടലാണത്, കാറ്റുപോവലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ കീഴ്വായു പോയാൽ വുളു മുറിയുന്നതാണ്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾക്ക് വസ്വാസ് ഉണ്ടാകും, അങ്ങനെ കാറ്റ് പോയിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു തോന്നലുണ്ടാകും. ആ കേവലം വസ്വാസ് കൊണ്ട് വുളു മുറിയുന്നതല്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അപ്രകാരം ചില തോന്നലുകളെക്കുറിച്ച് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യൻസരിഫ് ഹത്താ യസ്മഅ സൗതൻ ഔ യജിദ റീഹ, നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിയേണ്ടതില്ല ഒരു ശബ്ദം കേൾക്കുന്നത് വരെ, അല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേവല വസ്വാസല്ല, മറിച്ച് കീഴ്വായു പോയി എന്ന് ഉറപ്പ് വരലാണ്. അതിൻ്റെ അർത്ഥം ശബ്ദം കേൾക്കൽ നിർബന്ധമാണ്, അതല്ലെങ്കിൽ ദുർഗന്ധമുണ്ടാവണം, ഇല്ല എങ്കിൽ കുഴപ്പമില്ല എന്നല്ല. ഒരു മനുഷ്യന് അത് ഉറപ്പ് വരുത്തുന്ന 2 അടയാളങ്ങളാണിത്. ഇനി ഇതൊന്നുമില്ലെങ്കിലും, അഥവാ ശബ്ദമില്ലെങ്കിലും ബാഡ് സ്മെല്ല് ഇല്ലെങ്കിൽ പോലും കീഴ്വായു പോയി എന്ന് ഒരു വ്യക്തിക്ക് ഉറപ്പ് തോന്നുകയാണെങ്കിൽ, അയാളുടെ വയറ്റിൽ നിന്ന് അത് പോയിട്ടുണ്ട് എന്ന് അയാൾക്ക് ഉറപ്പ് വരികയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? വുളു എടുക്കേണ്ടതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ സന്ദർഭത്തിൽ ഇവിടെ മറ്റൊരു മസ്അല പ്രത്യേകം പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഭാഗത്ത് നിന്ന് ഇതേപോലെ കാറ്റ് പോവാറുണ്ട്. ഇത് വുളുവിനെ മുറിക്കുന്നതാണോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. അക്കാര്യം കൂടി ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതേപോലെ തന്നെ ഷാഫി മദ്ഹബിൻ്റെയും അഭിപ്രായപ്രകാരം മുൻഭാഗത്തുകൂടി, സ്ത്രീകളുടെ മുൻഭാഗത്തുകൂടി കാറ്റ് പോയാലും വുളു മുറിയുന്നതാണ്. ഇതേ അഭിപ്രായം തന്നെയാണ് ഹംബലി മദ്ഹബിലുമുള്ളത്. ഇമാം ഇബ്നു ഖുദാമൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നിയിലും, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മജ്മൂഇലും, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മിലും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രധാനമായും അവർ തെളിവാക്കുന്നത്
ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസ് തന്നെയാണ്. അഥവാ ലാ യൻസരിഫ് ഹത്ത യസ്മഅ സൗതൻ ഔ യജിദ റീഹ, ഒരു കാറ്റ് നിങ്ങൾ കാണുകയോ അതല്ലെങ്കിൽ സൗണ്ട് കേൾക്കുകയോ ചെയ്തെങ്കിലല്ലാതെ. എന്നാൽ അതെവിടെ നിന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിറകിലൂടെ പോയാലും മുന്നിലൂടെ പോയാലും വുളു മുറിയുന്നതാണ് എന്നാണ് ഷാഫി മദ്ഹബിലെയും ഹംബലി മദ്ഹബിലെയും അഭിപ്രായം. അതിനവർക്കുള്ള രേഖ ഈ ഒരു ഹദീസാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈയുടെയും മാലിക്കി മദ്ഹബിൻ്റെയും അഭിപ്രായം, അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈയുടെ അഭിപ്രായം, ഹനഫി മദ്ഹബിലെയും അഭിപ്രായം വുളു മുറിയുകയില്ല എന്നാണ്. അതിനവർ പറയുന്ന കാരണം ആ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ വന്നിട്ടില്ല. കാരണം പൊതുവേ കീഴ്വായു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലുറാത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പിറകിലൂടെ പോകുന്നതിനാണ് പറയുന്നത്. എന്നാൽ ധാരാളം സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അവരെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയും. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത്, ഒന്നാമത്തെ കാര്യം വ്യക്തമായ ദലീൽ ആ വിഷയത്തിൽ വന്നിട്ടില്ല. രണ്ടാമത്തത് നജസ് പുറപ്പെടുന്ന ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതല്ല ആ ഒരു കാറ്റ് എന്ന് പറയുന്നത്. മറിച്ച് അത് ഇരിക്കുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെയും ഒക്കെ പൊസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ചില ബബിൾസുകളാണ്, ചില കാറ്റുകളാണ്. അതല്ലാതെ അത് നജസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് സാധാരണ നിലക്കുള്ള കീഴ്വായുവിനോട് ഖിയാസാക്കാൻ പറ്റുകയില്ല എന്നും അവർ അഭിപ്രായം പറയുന്നു. ഈ അഭിപ്രായമാണ് സൗദി അറേബ്യയിലെ പണ്ഡിത സഭ സ്വീകരിച്ചിട്ടുള്ളത്. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ വുളു മുറിയുകയില്ല, സ്ത്രീകളുടെ കാര്യത്തിൽ വുളു മുറിയുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൗദി അറേബ്യയുടെ പണ്ഡിത സഭ ആ വിഷയത്തിൽ പറഞ്ഞത്, ഖുറൂജുൽ ഹവാഇ മിനൽ ഖുബുലി ലാ യൻഖുദു അൽ വുളു, മുന്നിലൂടെ പുറപ്പെടുന്ന കാറ്റ് അത് വുളുവിനെ മുറിച്ച് കളയുന്നതല്ല. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഹാദാ ലാ യൻഖുദു അൽ വുളു, ഇത് വുളുവിനെ മുറിക്കുന്നതല്ല. ലി അന്നഹു ലാ യഖ്റുജു മിൻ മഹല്ലി നജസിൻ, ഇത് നജസിൻ്റെ മഹലിൽ നിന്ന് പുറപ്പെടുന്നതല്ല. കരീഹില്ലത്തി തഖ്റുജു മിന ദുബുർ, പിൻഭാഗത്തുകൂടി പോകുന്ന കാറ്റ് പോലെയല്ല, കീഴ്വായു പോലെയല്ല അത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അത് വുളുവിനെ മുറിക്കുന്നതല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ട് വുളു എടുക്കൽ നല്ലതാണ് എന്ന് നമുക്ക് പറയാം. കൂടുതൽ സൂക്ഷ്മത ഉള്ള കാര്യമാണ് എന്ന് പറയാം. എന്നാൽ വുളു മുറിഞ്ഞുപോയി, അത്തരം സാഹചര്യത്തിൽ അവർ വുളു എടുക്കേണ്ടതാണ്, അത് നിർബന്ധമാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തബാറക വ തആല അവനാണ് കൂടുതൽ അറിയുന്നവൻ. അതേപോലെ തന്നെ വുളുവിനെ മുറിച്ച് കളയുന്ന മറ്റൊരു കാര്യമാണ്, അത് സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ലൈംഗിക വികാരമുണ്ടാകുന്നതിന് മുമ്പ് പുറപ്പെടുന്ന മദി, അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം സ്ഖലനം സംഭവിച്ചതിന് ശേഷം പിന്നീട് കാണപ്പെടുന്ന വദി, അഥവാ ഒരു തരം സ്രവം. അത് ഇന്ദ്രിയ സ്ഖലനമല്ല, അതിനു മുമ്പ് കാണപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ചിലർക്ക് സ്ഖലനത്തിന് ശേഷം പിന്നീട് കുളിച്ച് കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ വരാം. അപ്പോൾ ലൈംഗികമായ വികാരം കൊണ്ടോ ലൈംഗികമായ ഉത്തേജനം കൊണ്ടോ അതല്ലെങ്കിൽ സ്ഖലനവുമായി ബന്ധപ്പെട്ടോ കാണപ്പെടുന്ന, അതിന് ശേഷവും അതിൻ്റെ മുന്നേയുമായി കാണപ്പെടുന്ന വല്ലതും പുറപ്പെട്ടാൽ വുളു എടുക്കേണ്ടതാണ്. കാരണം അലി റളിയല്ലാഹു തആല അൻ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഗ്സിലു ദക്കറഹു വയതവല്ല, അപ്പോൾ ഗുഹ്യാവയവം കഴുകട്ടെ, അതേപോലെ തന്നെ വുളു എടുക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും അത്തരം നനവുകൾ അത് വുളുവിനെ മുറിച്ച് കളയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, വികാരത്തോടുകൂടി ലൈംഗികാവയവങ്ങളെ സ്പർശിച്ചാൽ അത് വുളുവിനെ മുറിക്കുന്നതാണ്. അതിനുള്ള തെളിവ് ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ മസ്സ ഫർജഹു ഫലിയതവദ്ദ, ആരാണോ തൻ്റെ ലൈംഗികാവയവം സ്പർശിക്കുന്നത് അവർ വുളു എടുക്കട്ടെ. അപ്പോൾ ലൈംഗികാവയവം സ്പർശിച്ചാൽ വുളു എടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് ഏതർത്ഥത്തിലാണെങ്കിലും, അഥവാ ലൈംഗികമായ വികാരത്തോടു കൂടി സ്പർശിച്ചാലും അല്ലാതെ സ്പർശിച്ചു പോയാലും വുളു എടുക്കേണ്ടതാണ് എന്നാണ് വലിയൊരു ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വികാരത്തോടു കൂടിയുള്ള സ്പർശനം മാത്രമാണ് വുളുവിനെ മുറിക്കുന്നത്, അതല്ലാതെ അറിയാതെ സ്പർശിച്ചു പോയാൽ അത് വുളുവിനെ മുറിക്കുന്നതല്ല എന്നൊരഭിപ്രായമുണ്ട്.
അതിനുള്ള വളരെ വ്യക്തമായ തെളിവും നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ത്വൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അദ്ദേഹം പറയുകയാണ്, അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ നബി അല്ലാഹ് അയതവദ്ദഉ അഹദുന ഇദാ മസ്സ ദക്കറഹു, ഞങ്ങളിൽ ഒരാൾ അയാളുടെ ലൈംഗികാവയവം സ്പർശിച്ചാൽ വുളു എടുക്കേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, ഹൽ ഹുവ ഇല്ലാ ബിദ്അത്തും മിൻക് ഔ മിൻ ജസദിക്, അത് നിൻ്റെ ശരീരത്തിലെ മറ്റു അവയവം പോലെയുള്ള ഒരു അവയവം മാത്രമല്ലയോ? എന്ന് പറഞ്ഞാൽ മൂക്ക്, ചെവി, കണ്ണ് ഇതൊക്കെ സ്പർശിച്ചാൽ നീ വുളു എടുക്കുന്നുണ്ടോ? ഇല്ല, അതേപോലെ ഒരു അവയവം മാത്രമാണത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിലോ ലൈംഗികാവയവം സ്പർശിച്ചാൽ വുളു എടുക്കണം. അപ്പോൾ ഈ രണ്ട് ഹദീസും ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു അതിനെ ജംഅ് ചെയ്യണം. അഥവാ ആദ്യം പറഞ്ഞത് ഉദ്ദേശപൂർവം തന്നെ ലൈംഗികാവയവം സ്പർശിക്കലാണ്. അങ്ങനെ സ്പർശിക്കുമ്പോൾ വുളു മുറിയുന്ന പല കാരണങ്ങളും അവിടെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ബോധപൂർവം സ്പർശിക്കുകയാണെങ്കിൽ, വികാരത്തോടുകൂടി സ്പർശിക്കുകയാണെങ്കിൽ വുളു മുറിയുന്നതാണ്. അത് അവനവൻ്റെതാണെങ്കിലും ശരി, ഇണകളുടേതാണെങ്കിലും ശരി, മറ്റുള്ളവരുടേതാണെങ്കിലും ശരി, അത് വുളുവിനെ മുറിച്ച് കളയുന്നതാണ്. ശ്രദ്ധിക്കുക. എന്നാൽ രണ്ടാമത് പറഞ്ഞത് നമ്മൾ സാധാരണ യാതൊന്നും ചിന്തിക്കാതെ, അത്തരത്തിലുള്ള യാതൊരു ബോധവുമില്ലാതെ അറിയാതെ സ്പർശിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് മറ്റ് ശരീരത്തിലെ അവയവം സ്പർശിച്ച അതേ ഫീലിംഗേ ഉണ്ടാവുകയുള്ളൂ. കാരണം അയാളുടെ മനസ്സിൽ അത്തരം ഒരു ചിന്തയേ ഇല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് നിൻ്റെ ശരീരത്തിലെ മറ്റു അവയവം പോലെയല്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇതിനെ ജംഅ് ചെയ്തുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അത്തരത്തിലുള്ള ഒരു ബോധപൂർവമായ സ്പർശനമാണെങ്കിൽ വുളു മുറിയും. എന്നാൽ അറിയാതെ സ്പർശിച്ചു പോകുന്നതാണെങ്കിൽ അത് വുളുവിനെ മുറിക്കുന്നതല്ല. ഇവിടെ ലൈംഗികാവയവം എന്ന് പറയുമ്പോൾ അതും മുൻഭാഗം മാത്രമല്ല, മറിച്ച് ഒരാൾ തൻ്റെ പിൻദ്വാരത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ഭാഗമല്ല, മറിച്ച് പിൻദ്വാരവും അതിനോട് തൊട്ടടുത്ത ഭാഗങ്ങളും സ്പർശിച്ചാലും വുളു മുറിയുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് ആ നിലക്ക് ചെയ്തു കൊടുത്താലും വുളു മുറിയുന്നതാണ്. നേരത്തെ പറഞ്ഞ അഭിപ്രായപ്രകാരം ലൈംഗികാവയവം സ്പർശിച്ചാൽ വുളു മുറിയുമെന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ പറയുന്നത്, മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ ശുദ്ധീകരിക്കുമ്പോൾ ആ നിലക്ക് സ്പർശിച്ചാൽ പോലും വുളു എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ശരി, ആ വിഷയത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ മറ്റൊരു കാരണമാണ് ഉറങ്ങിപ്പോവുക എന്നുള്ളത്. അത് എങ്ങനെയുള്ള ഉറക്കമാണ്? ഗാഢമായ ഉറക്കം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫമൻ നാമ ഫലിയതവദ്ദ, ആരാണ് ഉറങ്ങുന്നത് അവർ വുളു എടുക്കട്ടെ. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ലഘുവായ ഉറക്കം, നമ്മളൊരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മയങ്ങിപ്പോവുക, വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു മയക്കം, അത്തരമൊരു മയക്കമാണെങ്കിൽ വുളു മുറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ നാം അറിയുന്ന രൂപത്തിലുള്ള ഒരു മയക്കമാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ വുളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും അറിയാത്ത രൂപത്തിൽ ബോധമില്ലാത്ത ഉറക്കമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ബോധം കെട്ടു പോവുകയാണെങ്കിൽ അതൊക്കെ വുളുവിനെ മുറിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ള തെളിവെന്താണ്? അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതളിറൂന അൽ ഇശാ അൽ ആഖിറ ഹത്താ തഖ്ഫിഖ റൂസുഹും സുമ്മ യുസല്ലൂന വലാ യതവല്ലഊൻ. സ്വഹാബികൾ ഇശാ നമസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കും. ചിലരൊക്കെ ഉറക്കം തൂങ്ങിയിട്ട് അവരുടെ തല ഇങ്ങനെ ആടിപ്പോകും. എന്നാലും അവർ പിന്നീട് വുളു എടുക്കാതെ നമസ്കരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വുളു എടുക്കാൻ പറയാറില്ല. കാരണം അതൊരു കേവലം മയക്കം മാത്രമാണ്, ഗാഢമായ ഉറക്കമല്ല. അപ്പോൾ കേവല മയക്കമാണെങ്കിൽ വുളു മുറിയുകയില്ല. എന്നാൽ ഗാഢമായ ഉറക്കമോ ബോധം കെട്ടുപോവലോ ആണെങ്കിൽ അതും വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുളു മുറിയുമെന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം ആ വിഷയത്തിൽ വ്യക്തമായ ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വഹാബത്ത് ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് അന തവല്ലഉ മിൻ ലുഹൂമിൽ ഇബിൽ, ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാൽ വുളു എടുക്കേണ്ടതുണ്ടോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ, വുളു എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാലും വുളു എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വുളു നഷ്ടപ്പെട്ടു പോകും. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ വുളു നിർബന്ധമായിട്ടുള്ള ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകളൊക്കെ ഇത്തരം കാരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വുളു വീണ്ടും എടുക്കാതെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വുളു മുറിയാത്ത ചില വിഷയങ്ങളുണ്ട്. ആളുകൾക്കിടയിൽ അത് വുളു മുറിയുന്നതാണ് എന്ന് തെറ്റിദ്ധാരണയുള്ള വിഷയമാണ്. അത് ഏതൊക്കെയാണ്? അതിലൊന്ന്, ഭാര്യയെ സ്പർശിച്ചാൽ വുളു മുറിയുമോ?
പൊതുവേ സ്ത്രീകളെ സ്പർശിച്ചു എന്നതുകൊണ്ടോ, ഒരു സ്ത്രീ പുരുഷനെ സ്പർശിച്ചു അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയെ സ്പർശിച്ചു, അത് ഇണകളാകട്ടെ അല്ലാത്തവരാകട്ടെ, സഹോദരികളോ ഉമ്മയോ ആകട്ടെ, അങ്ങനെ സ്പർശിച്ചാൽ വുളു മുറിയുമെന്ന് സ്വഹീഹായ ഒരു ഹദീസിലും വന്നിട്ടില്ല. കാരണം ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ അസ്ലെന്താണ്, അടിസ്ഥാനം എന്താണ്? അയാൾക്ക് വുളു ഉണ്ട്. ആ വുളു നഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണം. അപ്പോൾ ഖുർആനിൽ വേണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അല്ലെങ്കിൽ സ്വഹാബികൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരണം. ഈ 3 കാര്യങ്ങളും ഭാര്യയെ സ്പർശിച്ചാൽ അതല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ വുളു മുറിയും എന്ന വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പല സ്വീകാര്യയോഗ്യമായ റിവായത്തുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തതിന് ശേഷം തൻ്റെ ഭാര്യമാരിൽ ചിലരെ ചുംബിക്കാറുപോലുമുണ്ട്. എന്നിട്ടും വുളു എടുക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം വുളു നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഭാര്യയെ സ്പർശിച്ചാൽ വുളു മുറിയും എന്നുള്ളത് തെറ്റായ ധാരണയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഛർദ്ദിച്ചാൽ വുളു മുറിയുമോ? ഛർദ്ദിച്ചാൽ വുളു മുറിയുകയില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം ആ വിഷയത്തിൽ സ്വഹീഹായ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ രക്തം പുറത്തു പോവുക, നാം നേരത്തെ സൂചിപ്പിച്ചു, 2 മാർഗങ്ങളിലൂടെയല്ലാതെ, നേരത്തെ പറഞ്ഞ 2 മാർഗങ്ങളിലൂടെയല്ലാതെ മറ്റ് മാർഗങ്ങളിലൂടെ രക്തമോ അതല്ലെങ്കിൽ മറ്റു ചലമോ അതേപോലെയുള്ള നീരുകളൊക്കെ പുറപ്പെട്ടാൽ അത് വുളുവിനെ ബാധിക്കുന്നതല്ല. അത് നജസുണ്ടെങ്കിൽ അത് കഴുകിക്കളയണം. അതല്ലാതെ രക്തം പുറത്തു വന്നു, രക്തമെടുത്തു എന്നതുകൊണ്ടൊക്കെ വുളു മുറിയുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് ശരീരത്തിൽ നജസായാൽ വുളു മുറിയുമെന്നാണ്. ശരീരത്തിൽ നജസായാൽ ആ നജസിനെ നമ്മൾ കഴുകിക്കളയണം, അതിൽ സംശയമൊന്നുമില്ല, എങ്കിലേ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ നജസായി എന്നതുകൊണ്ട് മാറ്റി വുളു എടുക്കേണ്ടതില്ല, നജസിൻ്റെ ഭാഗം മാത്രം കഴുകിയാൽ മതിയാകുന്നതാണ്. ഇതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതേപോലെ തന്നെ മലമൂത്ര വിസർജനം പുറപ്പെടുന്ന സ്ഥലങ്ങളിലൂടെ എന്തു പുറപ്പെട്ടാലും വുളു മുറിയും എന്ന പണ്ഡിത അഭിപ്രായപ്രകാരം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ചില ആളുകളുടെ വയറ്റിൽ നിന്ന് വിരകൾ പുറത്തു പോകും, വയറ്റിൽ നിന്ന് ചില പ്രത്യേക വിരകൾ, മണ്ണിര പോലെയുള്ള ചിലതൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ അത് മാത്രം പുറത്തു വന്നാലും വുളു മുറിയും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് സ്റ്റോണുകൾ, ചെറിയ കല്ലുകളൊക്കെ 2 ഭാഗങ്ങളിലൂടെയും ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലോ എന്തെങ്കിലും രോഗം കാരണത്താലൊക്കെ സ്റ്റോണുകൾ പോലെയുള്ളത് മുന്നിലൂടെയോ പിന്നിലൂടെയോ പുറത്തു പോയാലും വുളു മുറിയുമെന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ലഭ്യമായ അറിവുകളാണ് നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മതത്തിൽ ഉൾക്കാഴ്ച നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.